അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് വായിച്ച് നോക്കാം. ത്വാഹിറാണ്, സകാത്തുൽ ഫിത്ർ, ആരിം, മുഅല്ലഫത്തുൽ ഖുലൂബ് 40 30 അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരീരത്തിൻ്റെ സക്കാത്ത്. അപ്പോൾ ശരീരത്തിൻ്റെ സക്കാത്ത് എന്നുള്ളതിനോട് യോജിച്ചത് ബ്രാക്കറ്റിലുള്ളത് സകാത്തുൽ ഫിത്ർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സക്കാത്തുൽ ഫിത്ർ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് കടം വാങ്ങിയവൻ. അപ്പോൾ കടം വാങ്ങിയവർക്ക് പറയുന്ന പേരാണ് എന്ത്? ആരിം. അപ്പോൾ അവിടെ ആരിം എന്ന് എഴുതുക. മൂന്നാമത്തത് നവ മുസ്ലിങ്ങൾ, ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നുള്ളത് എടുത്തെഴുതുക. നാലാമത്തത് സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക്. അപ്പോൾ സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് 30 അപ്പോൾ അവിടെ 30 എന്നെഴുതുക. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തതും സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക്, അത് 40 അപ്പോൾ അവിടെ 40 എന്നെഴുതുക. അവസാനത്തെ ചോദ്യം 8 കാലിയുടെ വല. അപ്പോൾ 8 കാലിയുടെ വല അതെന്താണ്? ത്വാഹിറാണ്. അപ്പോൾ അവിടെ ത്വാഹിറാണ് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 6ഓളം കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതെന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് നായ, പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത്. ഇവ മുഗല്ലദായ നജസാണ്. അപ്പോൾ അവിടെ മുഗല്ലദായ നജസാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് നോക്കാം. ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. അപ്പോൾ അവിടെ തൊട്ട് വൃത്തിയാക്കലാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത് ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫർളാകുന്നു സക്കാത്ത്. അപ്പോൾ അവിടെ സക്കാത്ത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം സക്കാത്തിൽ ധാന്യങ്ങളുടെയും കാരക്ക, മുന്തിരി എന്നിവയുടെയും കണക്ക് 5 ഔസക്ക്. അപ്പോൾ അവിടെ 5 ഔസക്ക് എന്നാണ് എഴുതാനുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തത് ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം. ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. അപ്പം ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. അപ്പോൾ അവിടെ സൂര്യാസ്തമന സമയം എന്നാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തത് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. വ്യക്തമാക്കാം. അതിൽ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നും വായിച്ചു നോക്കാം. ഒന്നാമത്തത് ത്വഹാറത്തിൻ്റെ ശറഈയായ അർത്ഥം. ത്വഹാറത്തിൻ്റെ ശറഈയായ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ശരിയായ ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുന്നതിനാണ് ത്വഹാറത്തിൻ്റെ ശറഈയായ അർത്ഥം. അപ്പോൾ അവിടെ ആ രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം തയമ്മുമിൻ്റെ നിയ്യത്ത്. അപ്പോൾ തയമ്മുമിൻ്റെ നിയ്യത്ത് എന്താണ്? ഉത്തരം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ഇതാണ് തയമ്മുമിൻ്റെ നിയ്യത്ത്. മൂന്നാമത്തത് മുഖഫഫായ നജസ്. മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 2 വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇതാണ് എന്ത് പറയുക? മുഖഫഫായ നജസ് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. 2 വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രത്തിനാണ് എന്ത് പറയുക? മുഖഫഫായിട്ടുള്ള നജസ് എന്ന് പറയുക. ഇനി നാലാമത്തത് മിസ്കീൻ. ആരാണ് മിസ്കീൻ?
അതിൻ്റെ ഉത്തരം ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ, ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ്. ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് എന്ത് പറയുക? മിസ്കീൻ എന്ന് പറയുക. ഉത്തരം എഴുതാം. താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്താക്കണം? ഉത്തരം എഴുതണം. ഒന്നാമത്തത്, സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം, സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും. ഇതാണ് എന്ത്? സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ. ഒന്നാമത്തത്, സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും. ഇനി രണ്ടാമത്തത് നോക്കാം. 2 തയമ്മും വേണം എപ്പോൾ? 2 തയമ്മും വേണം എപ്പോൾ? എപ്പോഴാണ് 2 തയമ്മും വേണ്ടത്? 2 അവയവത്തിൽ മുറിവുണ്ടായാൽ. അപ്പോൾ 2 അവയവത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ 2 തയമ്മും വേണം. ഇനി മൂന്നാമത്തത്, ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ്? ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ്? അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ. അപ്പോൾ അവൻ്റെ യാത്ര ഹലാലാവണം, പിന്നെ അവൻ്റെ ആവശ്യങ്ങൾക്ക് സക്കാത്തിൻ്റെ മുതൽ ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമാണ് ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക. ഇനി നാലാമത്തത്, മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ ഉത്തരം, അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ്. ഇനി 5ാമത്തെ ഭാഗം നോക്കാം. 2 എണ്ണം വീതം എഴുതാം. താഴെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 2 എണ്ണം വീതം മാത്രം എഴുതുക. 1, സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ. 1, മുസ്ലിമായിരിക്കുക. 2, സ്വതന്ത്രനായിരിക്കുക. 3, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനാവുക. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എടുത്തെഴുതുക. രണ്ടാമത്തത്, തയമ്മുമിൻ്റെ ഷർത്തുകൾ. 1, ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കണം. പിന്നെ തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസുകൾ നീക്കണം. വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കണം. പിന്നെ അതുപോലെ ഉള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം എടുത്തെഴുതുക. മൂന്നാമത്തത്, നിസ്കാരത്തിലെ അബആദ് സുന്നത്തുകൾ. 1, ആദ്യത്തെ തശഹുദ് ഓതൽ. ആദ്യത്തെ തശഹുദിനു ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. ഖുനൂത്ത് ഓതൽ. ഖുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. ഖുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ. ഒടുവിലെ തശഹുദിനു ശേഷം നബി കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എടുത്തെഴുതുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.